ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷം. ഓം ബിർളയുടെ അനുനയ നീക്കം പാടിയിരിക്കുന്നു. കോൺഗ്രസ് അംഗങ്ങൾ ലോക്സഭാ സെക്രട്ടറി ജനറലിനാണ് നോട്ടീസ് നൽകിയത്. 118 അംഗങ്ങൾ നോട്ടീസിൽ ഒപ്പുവെച്ചു. PR സുനിലാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി സുനിൽ, അനുനയ നീക്കങ്ങൾ, സ്പീക്കറുടെ അനുനയ നീക്കങ്ങൾ പാളിയിരിക്കുന്നു. അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ടു പോവുകയാണ് പ്രതിപക്ഷം. നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ വിശദാംശങ്ങൾ എന്താണ്? വിനീത, പ്രതിപക്ഷ അംഗങ്ങളെ അനുനയിപ്പിക്കാനായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു. ആ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണം എന്ന നിലപാടാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കില്ല. രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള MM നരവനെയുടെ പുസ്തകത്തിലെ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉറച്ചു നിന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ ഈ ചർച്ചയ്ക്ക് സാധിച്ചില്ല. തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ 118 അംഗങ്ങൾ ഒപ്പുവെച്ച സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെയുള്ള അവിശ്വാസ നോട്ടീസ് ലോക്സഭാ സെക്രട്ടറി ജനറലിന് കൈമാറിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ ഓഫീസിലാണ് കോൺഗ്രസ് അംഗങ്ങളൊക്കെ തന്നെയുള്ളത്. വലിയ നീക്കമാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമീപകാല ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് സ്പീക്കർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം രംഗത്ത് വരുന്നത്. സ്പീക്കർ ഏകപക്ഷീയമായി പെരുമാറുന്നു, വിവേചനപരമായി പെരുമാറുന്നു. ഇതാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. എല്ലാ അംഗങ്ങൾക്കും തുല്യനായി പ്രവർത്തിക്കേണ്ട സ്പീക്കർ സഭയ്ക്കുള്ളിൽ ഭരണപക്ഷത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരത്തെ നന്ദിപ്രമേയ ചർച്ചയിൽ മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെയുടെ പുസ്തകത്തിലെ ഭാഗങ്ങളാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ചട്ടപ്രകാരം അതിന് സാധിക്കില്ല എന്ന് സ്പീക്കർ നിലപാടെടുത്തപ്പോൾ തൊട്ടപ്പുറത്ത് ഭരണപക്ഷത്തെ BJP അംഗം നിഷികാന്ത് ദുബെ രാജീവ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും നെഹ്റുവിനെയും ഒക്കെ തന്നെ അധിക്ഷേപിക്കുന്ന ഭാഗങ്ങളുള്ള പുസ്തകങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് സംസാരിച്ച സാഹചര്യമുണ്ടായി എന്ന് ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഭരണപക്ഷ അംഗങ്ങൾക്ക് മാത്രം എന്തും എവിടെയും സംസാരിക്കാനുള്ള അനുമതി നൽകുക, ഭരണപക്ഷ അംഗങ്ങൾക്ക് മാത്രം മൈക്ക് നൽകുക, അതേസമയം പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നാൽ അനുമതി നൽകാതിരിക്കുക. അപ്പോൾ ഈ വിഷയത്തിൽ സ്പീക്കർ പക്ഷപാതം കാണിക്കുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് ഇപ്പോൾ കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഈ നോട്ടീസിൽ ഒപ്പുവെച്ചിട്ടില്ല. അതേസമയം മറ്റ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഈ നോട്ടീസിലുണ്ട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായാലും നോട്ടീസ് പാസ്സാകാനുള്ള സാധ്യതയില്ല, ഈ പ്രമേയം പാസ്സാകാനുള്ള സാധ്യതയില്ല. പക്ഷേ അപ്പോഴും സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസം ഒരു പ്രൊട്ടസ്റ്റായി തന്നെ രേഖപ്പെടുത്താനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നീക്കം. ശരി, തൃണമൂൽ കോൺഗ്രസ് ആ നോട്ടീസിൽ ഒപ്പിട്ടിട്ടില്ല. 14 ദിവസത്തിന് ശേഷമാകും നോട്ടീസ് പരിഗണിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്.